മികച്ച പരിചരണം കൊടുത്താൽ ഇതുപോലെ ഫ്രൂട്ടുകൾ നേരത്തെ ഉണ്ടാവും. നേരത്തെ ഉണ്ടായാലുള്ള പ്രയോജനം ഇപ്പോൾ ഇവിടെയൊക്കെ 1 കിലോ ഡ്രാഗൺ ഫ്രൂട്ട് കടകളിൽ 300 രൂപ. ഹായ്, ഗ്രേസ് ഗാർഡനിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. കഴിഞ്ഞ ദിവസം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സഹോദരി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അവരുടെ റംബൂട്ടാൻ ഈ പ്രാവശ്യം കാര്യമായിട്ട് ഫ്ലവർ ചെയ്തില്ല. മുകളിൽ 1-2 കുലകൾ, അത് ഇപ്പോൾ അടുത്ത ദിവസമാണത് ഫ്ലവർ ആയത്. ഇപ്പോൾ എനിക്കിവിടെ റംബൂട്ടാനൊക്കെ ഏകദേശം പാകമായി തുടങ്ങിയിരിക്കുകയാണ്. റംബൂട്ടാനാണ്. ആ റംബൂട്ടാൻ ഫ്രൂട്ടുകൾ അങ്ങനെ പാകമായിക്കൊണ്ടിരിക്കുന്നതാണ്. കാലാവസ്ഥയൊരു ഘടകമാണ്. ദൈവാനുഗ്രഹവും ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് നല്ല രീതിയിൽ ഫ്രൂട്ട്, അതോടൊപ്പം പരിചരണവും നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക. നല്ല രീതിയിൽ പരിചരണം നമ്മൾ കൊടുത്താൽ നിശ്ചയമായിട്ടും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ വന്നതെന്ന് കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം നന്നായിട്ടുണ്ടായതാണെന്ന് പറയാനിടയായി തീർന്നു. അപ്പോൾ ഞാൻ ആ പ്ലാന്റ് ഒന്ന് കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ വണ്ടി കയറി ഇറങ്ങിയിട്ടുണ്ട്, നല്ല രീതിയിൽ തറഞ്ഞിട്ടുണ്ട്. ഒരു കരിയില പോലും അതിൻ്റെ ചോട്ടിലില്ല, ഒരു വളവും അവർ ചെയ്തിട്ടില്ല. എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഇതെൻ്റെ ഒരു മൾബറിയാണ്. ഈ മൾബറി എന്ന് പറഞ്ഞാൽ ഇത് ബ്രസീലിയൻ ലോങ് മൾബറി വൈറ്റ് ആണ്. അത് നിറയെ ഇതിലിപ്പോൾ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. പ്രൂണിങ് എന്ന് പറയുന്നത് തന്നെ ഒരു വളപ്രയോഗമാണ്. വളപ്രയോഗത്തിൻ്റെ എഫക്റ്റാണ് നമുക്ക് പ്രൂൺ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇത് ഞാൻ പ്രൂൺ ചെയ്യാതിരുന്നെങ്കിൽ ഇത് നല്ല രീതിയിൽ വളർന്ന് മുകളിലേക്ക് കണ്ടുപോകാനും വളർന്ന് ഉയരത്തിൽ അങ്ങ് പോയിക്കൊണ്ടേയിരുന്നു. ഒരു കാര്യമായ ഫ്രൂട്ടൊന്നും ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയിരുന്നില്ല. എന്നാലിത് പ്രൂണിങ്ങിന് ശേഷമാണ്, വ്യക്തമായിട്ടുള്ളൊരു തെളിവാണ് നമുക്ക്, പ്രൂണിങ്ങിന് ശേഷമാണ് ഇതിൽ ഉണ്ടായതെന്നുള്ളത്. നമ്മളുടെ നോട്ടവും പരിപാലനവും എത്രത്തോളം പ്ലാന്റുകളിൽ നിന്ന് വേണ്ട രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടും എന്ന് നമുക്ക് ഇതിലൂടെ ഒരു തെളിവ് ലഭിക്കുകയാണ്. ഇപ്പോൾ നല്ല രീതിയിൽ ഇത് ഇവിടെയൊക്കെ ഓരോ കമ്പിലും നല്ല രീതിയിൽ കൂട്ടി പിടിച്ചിട്ടുണ്ട്. മാത്രമല്ല പുതിയതായിട്ട് വരുന്ന ഒരു കമ്പുകളിലെല്ലാം ഫ്രൂട്ട് ഉണ്ടാകാനുള്ള ഒരു ടെൻഡൻസി ഇതിൽ കാണിക്കുന്നുണ്ട്. ഇത് 2 ആഴ്ച മുമ്പ് പ്രൂൺ ചെയ്ത ബ്രസീലിയൻ ലോങ് മൾബറി റെഡാണ്, പ്രൂൺ ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം പുതിയ ഫ്രൂട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് പ്രൂൺ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ എന്തായാലും ഈ ഫ്രൂട്ട് ഉണ്ടാകത്തില്ല. പുതുതായിട്ട് വരുന്ന ഓരോ തളർപ്പിൽ നിന്നും കണ്ടോ ഫ്രൂട്ടുകൾ ഇങ്ങനെ സെറ്റായി വരികയാണ്. ഇവിടെ കാണാം, ഇത് കണ്ടോ, ഇതൊക്കെ പുതിയ തളർപ്പിൽ നിന്ന് ഫ്രൂട്ടുകൾ വരുന്ന, ഇവിടെ കണ്ടോ, ഇത് നിറയെ ഇവിടെയൊക്കെ ഫ്രൂട്ടുകളാണ്. പ്രൂണിങ്ങിന് ശേഷമാണ് ഇവിടെയൊക്കെ ഈ രീതിയിൽ ഫ്രൂട്ടുകൾ ഉണ്ടാകുന്നത്. ഓസ്ട്രേലിയൻ മൾബറിയാണ്, ഇത് കണ്ടോ, ഇതൊക്കെ പ്രൂണിങ് നടത്തിയിരിക്കുന്നത്. ഇതുണ്ട്, ഇതൊക്കെ പ്രൂൺ ചെയ്ത വലിയ കമ്പുകളൊക്കെ മുറിച്ച് കളഞ്ഞതിന് ശേഷമാണ്. ഇതിലൊക്കെ നിറയെ ഫ്രൂട്ടുകളാണ്, ഓരോ കമ്പിലും ഇവിടെ കാണാം. ഇവിടെയൊക്കെ വ്യക്തമായിട്ട് നമുക്ക് കാണാം നിറയെ ഫ്രൂട്ടുകൾ വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടോ, നിറയെ. പരിപാലനവും അതുപോലെ വേണ്ട രീതിയിൽ വളപ്രയോഗം ചെയ്താൽ എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ജസ്റ്റ് ഒരാഴ്ച മുമ്പ് ഇതിലൊരു ഫ്രൂട്ട് പോലും ഇല്ലായിരുന്നു. ഞാനിത് നന്നായിട്ട് പ്രൂൺ ചെയ്തു. നന തീരെ കുറച്ചായിരുന്നു. പരിപാലനത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, നന തീരെ കുറച്ചായിരുന്നു. ഒരു 2-3 മാസം ഒട്ടും നനച്ചില്ല. മൂത്ത കമ്പുകൾ നോക്കി എല്ലാം പ്രൂൺ ചെയ്തു. ഇപ്പോൾ ഈ സാധാരണ വൈറ്റിൽ ഇതുപോലെ അങ്ങനെ ഫ്രൂട്ട് ഉണ്ടാവാറില്ല. ഇതിപ്പോൾ ഞാൻ ഈ പ്ലാന്റ് ചെയ്തിട്ട് ഏകദേശം 2 വർഷം ആകുന്നുള്ളൂ. അപ്പോൾ ഈ പ്ലാന്റ് ചെയ്ത് ഇതൊരു നന്നായിട്ട് കായ്ക്കുന്ന ഒരു പ്ലാന്റിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്ത ഒരു പ്ലാന്റാണ്. അദ്ദേഹത്തിൻ്റെ പ്ലാന്റ് ഞാൻ കണ്ടിട്ടുണ്ട്, നിറയെ കാച്ചിട്ടുണ്ട്. പക്ഷേ ആ പ്ലാന്റിൽ നിന്നെടുത്ത തൈ പലരും നട്ടു, പലർക്കും ഫ്രൂട്ട് ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് വെട്ടിക്കളയുകയാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ചീത്ത വിളിക്കുന്നതൊക്കെ ആയിട്ട് ഞാൻ അറിയാനിടയായി തീർന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വെയിറ്റ് ചെയ്യണം, പൊട്ടാഷ് കൊടുക്കണം, നന കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞു.
അപ്പോൾ ഞങ്ങളെല്ലാം ചെയ്തു നോക്കി, ഞങ്ങൾക്ക് രക്ഷയില്ല. ഒന്ന് നമ്മൾ അല്പം ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് മനസ്സ് വെക്കണം. ഇപ്പോൾ എനിക്കും ഇതേ അനുഭവം തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിൽ നിറയെ ഫ്ലവർ ചെയ്തിരിക്കുകയാണ്. നല്ല രീതിയിൽ ഞാൻ കുറച്ചിട്ടുണ്ട്. നല്ല ഡ്രൈനേജ് ഉള്ള സ്ഥലങ്ങളാണ് മൾബറി നന്നായിട്ട് കായ്ക്കുന്നത്. ഇതിൻ്റെ pH എന്ന് പറയുന്നത് 5.5 to 6.5 എന്നുള്ള റേഞ്ചാണ് ഇത് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ മണ്ണിലെ pHും നനവും മൾബറി കായ്ക്കുന്നതിൽ ഒരു അവിഭാജ്യ ഘടകമാണ്. അപ്പോൾ ഡ്രമ്മിലൊക്കെ നട്ടിരിക്കുന്നവർ നന ക്രമീകരിക്കുക. ഇത് അല്പം അസിഡിക് മണ്ണാണ് ഇത് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഡ്രൈനേജ് ഉറപ്പുവരുത്തുക. ഇതിനധികം നന്നായിട്ട് വെള്ളം ശേഖരിച്ച് വയ്ക്കാനുള്ള കഴിവ് ഈ മൾബറിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേനൽക്കാലത്ത് ഒഴിവാക്കുക, കൃത്യമായ രീതിയിൽ പ്രൂൺ ചെയ്യുക. നല്ല രീതിയിൽ നമുക്ക് ഫ്രൂട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ പരിപാലനവും വളപ്രയോഗവും തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. മികച്ച പരിചരണം കൊടുത്താൽ ഇതുപോലെ ഫ്രൂട്ടുകൾ നേരത്തെ ഉണ്ടാവും. നേരത്തെ ഉണ്ടായാലുള്ള പ്രയോജനം, ഇപ്പോൾ ഇവിടെയൊക്കെ 1 കിലോ ഡ്രാഗൺ ഫ്രൂട്ട് കടകളിൽ 300 രൂപയാണ് വില. അതിപ്പോൾ ഈ ചൂടായതുകൊണ്ടും സീസൺ ആരംഭിച്ചതല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും മികച്ച പരിചരണം കൊടുത്താലും മികച്ച ലാഭം കിട്ടുവാനും ഇടയായിത്തീരും. നേരത്തെ ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ ഇപ്രാവശ്യം ഫ്ലവർ ചെയ്തിരിക്കുകയാണ്. ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നത് ആ ഒരു പരിചരണത്തിൻ്റെ ഒരു കാര്യം കൂടെ ഇതിലുണ്ടായിരിക്കാം. ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് നമ്മൾ നല്ല പരിപാലനം കൊടുത്തിരുന്നു. അതിൻ്റെ ഒരു റിസൾട്ടാണെന്ന് തോന്നുന്നു. പ്രാവശ്യം വളരെ നേരത്തെ ഫ്രൂട്ടുകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഇനി നമുക്കിന്ന് എളുപ്പ രീതിയിൽ പ്ലാന്റുകൾക്ക് പൂക്കുവാനും അതോടൊപ്പം വളരുവാനുമുള്ള വീട്ടിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു വളവും കൂടെ തയ്യാറാക്കാം. അപ്പോൾ പരിചരണവും വളപ്രയോഗവും എന്തായാലും മികച്ച രീതിയിൽ നമുക്ക് പ്ലാന്റ് വളരുവാനും അതിൽ നിന്ന് ഫലം കിട്ടുവാനും ഇടയായിത്തീരും. എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തല്ലോ. ഇനി നമ്മുടെ വീടുകളിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്ലാന്റുകളെ വളർത്തുവാനും അതുപോലെ പുഷ്പിക്കുവാനും ഒക്കെ ഉള്ള വളങ്ങൾ തയ്യാറാക്കാൻ സാധിക്കും. ഇപ്പോൾ ഇതെൻ്റെ ബ്ലൂബെറിയുടെ പ്ലാന്റാണ്. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ബ്ലൂബെറി വളരുക, പൂക്കുക, കായ്ക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ നിറയെ ഇവിടെ ഫ്ലവർ ചെയ്തതിന് ശേഷം ഫ്രൂട്ടുകളൊക്കെ സെറ്റായി വരുന്നുണ്ട്, പുതിയ സ്റ്റമ്പുകൾ വരുന്നുണ്ട്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വളമെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ടുള്ള കാപ്പിപ്പൊടിയാണ്. ഇത് നാടൻ കാപ്പിപ്പൊടിയാണ്. എൻ്റെ സിസ്റ്റർ വയനാടാണ്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കിട്ടിയത് കാപ്പിപ്പൊടിയാണ്. അപ്പോൾ നമ്മളിത് ഈ വളം തയ്യാറാക്കുമ്പോൾ നമ്മുടെ ബ്രൂ കോഫി പോലുള്ള അത് ഒഴിവാക്കിയിട്ട് സാധാരണ കാപ്പിപ്പൊടി, നമ്മുടെ വീടുകളിലുള്ള കാപ്പിപ്പൊടിയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. കാപ്പിപ്പൊടി ഒരു മികച്ച വളമാണ്. കാപ്പിപ്പൊടിയിൽ നല്ല രീതിയിൽ നൈട്രജൻ്റെ അളവുണ്ട്. നൈട്രജൻ കാർബൺ റേഷ്യോ വളരെ മികച്ചതാണ് കാപ്പിപ്പൊടിയിൽ. കൂടാതെ ചെറിയൊരളവിൽ പൊട്ടാഷും ഫോസ്ഫറസും മാംഗനീസും കാൽസ്യവും അയണും ഒക്കെ ഇതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാപ്പിപ്പൊടി ഉപയോഗിക്കുമ്പോൾ പല രീതിയിൽ നമുക്ക് കാപ്പിപ്പൊടി ഉപയോഗിക്കാം. നല്ലൊരു അസിഡിഫയർ കൂടിയാണ് ഈ കാപ്പിപ്പൊടി. ഈ കാപ്പിപ്പൊടിയുടെ pH എന്ന് പറയുന്നത് ഏകദേശം ഒരു 4.5 to 5.5 വരെയാണ്. അപ്പോൾ ആ റേഞ്ചിലുള്ള പ്ലാന്റുകൾക്ക് നമുക്കിത് ചെറിയ അളവിൽ നേരിട്ടിട്ട് കൊടുക്കാനായിട്ട് കഴിയും. ഇതെൻ്റെ ബ്ലൂബെറിയുടെ 2 പ്ലാന്റുകളാണ്. ഇത് ബിലോക്സി എന്നുള്ള ട്രോപ്പിക്കൽ ഇനം, ഇത് എമറാൾഡ് എന്നുള്ള ട്രോപ്പിക്കൽ ഇനമാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടത്, ഇവരുടെ സോയിൽ pH എന്ന് പറയുന്നത് 4.5 to 5.5 വരെയാണ്. ഇതിലേക്ക് നമുക്ക് ചെറിയൊരളവിൽ കാപ്പിപ്പൊടി ഇട്ട് കൊടുത്താൽ മികച്ച വളവുമാണ്. അതുപോലെ ഇതിൻ്റെ സോയിലിലെ pH ക്രമീകരിക്കാനായിട്ട് കഴിയും. ഞാനൊരല്പം ഇപ്പോൾ എൻ്റെ ഈ പ്ലാന്റുകൾക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയൊരളവിലേ കൊടുക്കുന്നുള്ളൂ, ഒരു 5 ഗ്രാം ചെറിയൊരളവിൽ ഞാൻ ഇട്ട് കൊടുത്തു. മികച്ച ഒരു വളവും കൂടെയാണ് ഈ കാപ്പിപ്പൊടി എന്ന് പറയുന്നത്. എന്നാൽ ഈ pH 5.5 മുകളിലേക്കുള്ള പ്ലാന്റുകൾക്ക് നമ്മൾ ഒരിക്കലും ഇത് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കരുത്. നമ്മുടെ വീട്ടിൽ കാപ്പി ഉണ്ടാക്കിയതിന് ശേഷം കോഫി ഗ്രൗണ്ട് അല്ലെങ്കിൽ കാപ്പിപ്പൊടിയുടെ ചണ്ട് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്ന ആ ഊറൽ, കാപ്പിപ്പൊടിയുടെ ആ ചണ്ട് നമുക്ക് ഈ ചെടികളുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കാം. ഇത് ഉപയോഗിച്ചാലുള്ള പ്രധാനപ്പെട്ട ഗുണങ്ങളെന്ന് പറയുന്നത് നല്ലൊരു വളമാണ്. കൂടാതെ ഒച്ചിൻ്റെ ശല്യം ഒഴിവാക്കാനായിട്ട്, ഇതിൻ്റെ ഒരു സ്മെല്ല് ഒച്ചിന് ഇഷ്ടമല്ല, ഒച്ചിൻ്റെ ശല്യം, അതുപോലെ ഒരു പരിധി വരെ പുഴുക്കൾ, കീടങ്ങൾ, ഇതൊക്കെ ഇതിൻ്റെ സ്മെല്ല് കാരണം ഇതിലേക്ക് അടുക്കത്തില്ല. ഈ പണ്ട് ചെടികളൊക്കെ നടുന്നവർ ഈ കാപ്പിപ്പൊടിയുടെ ചണ്ട് ചെടികളുടെ ചോട്ടിൽ കൊടുക്കാറുന്നതിന് പ്രധാനപ്പെട്ട കാരണം
ഈ നായ്ക്കളും പൂച്ചകളൊക്കെ വന്ന് അത് മാന്തി പലപ്പോഴും ഉപദ്രവിക്കാറുണ്ട്. എന്നാൽ ഇതിൻ്റെ സ്മെല്ല് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്നും അടുക്കില്ല എന്ന് അനുഭവസ്ഥർ പറയുന്നു. അപ്പോൾ മികച്ചൊരു വളമാണ് ഈ കാപ്പിപ്പൊടി ചണ്ടെന്ന് പറയുന്നത്. മാത്രമല്ല ഇത് നമുക്ക് കമ്പോസ്റ്റിലൊക്കെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കമ്പോസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ഈ കാപ്പിപ്പൊടിയുടെ ചണ്ടിട്ട് കൊടുത്താൽ നല്ല ഒരു എയർ സർക്കുലേഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും നമ്മളുടെ വീട്ടിലെ വേസ്റ്റായിട്ട് വരുന്ന കാപ്പിപ്പൊടിയുടെ ചണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മികച്ച രീതിയിൽ നമ്മുടെ പ്ലാന്റുകൾക്ക് ഒരു വളമായിട്ട് ഉപയോഗിക്കാം. കൂടാതെ ഞാൻ ഇന്ന് മറ്റൊരു കാര്യം കൂടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം ഞാനൊരു 3 ലിറ്റർ കഞ്ഞിവെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട്. കഞ്ഞിവെള്ളം 3 ദിവസം പുളിപ്പിച്ചതിന് ശേഷം നല്ല രീതിയിൽ നേർപ്പിച്ച്, അതായത് ഇരട്ടിയുടെ ഇരട്ടി വെള്ളം ഒഴിച്ച് എല്ലാ പ്ലാന്റിൻ്റെ ചുവട്ടിലും കൊടുത്താൽ നല്ല ആരോഗ്യപരമായിട്ട് സൂക്ഷ്മാണുക്കളൊക്കെ നല്ല രീതിയിൽ വളരുവാനൊക്കെ ഈ പുളിച്ച കഞ്ഞിവെള്ളം നല്ല രീതിയിൽ നേർപ്പിച്ച് കൊടുത്താൽ പ്രയോജനപ്രദമാണ്. മാത്രമല്ല നല്ലൊരു പെസ്റ്റിസൈഡ് കൂടിയാണ് ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ സാധാരണ കഞ്ഞിവെള്ളം 1 ലിറ്റർ കഞ്ഞിവെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ 1 ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ നമ്മൾ ഇട്ട് കൊടുത്ത് 3 ദിവസം ഇത് നന്നായിട്ട് പുളിപ്പിക്കുക. നന്നായിട്ട് പുളിപ്പിച്ച ശേഷം കുറുകിയ കഞ്ഞിവെള്ളമാണെങ്കിൽ നമ്മൾ 2 ഇരട്ടി വെള്ളം ചേർക്കുക. അല്ലെങ്കിൽ അല്പം കുറുകയിൽ കുറവുള്ള കഞ്ഞിവെള്ളമാണെങ്കിൽ 1 ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ 1 ലിറ്റർ വെള്ളം ചേർത്ത് നന്നായിട്ട് നേർപ്പിച്ച് നമ്മൾ പ്ലാന്റുകളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മികച്ചൊരു വളമാണ്. മാത്രമല്ല ഇത് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ പ്ലാന്റുകളൊക്കെ പുഷ്പിക്കുവാൻ കാരണമായി തരും. ഇവിടെ ഞാൻ ബ്ലൂബെറിക്ക് മാസത്തിൽ 1 തവണയെങ്കിലും കാപ്പിപ്പൊടി, എനിക്കിത് pH 4.5 to 5.5 ആയതുകൊണ്ട് ഞാൻ മാസത്തിൽ 1 തവണയെങ്കിലും ഇത് കൊടുക്കാറുണ്ട്. എൻ്റെ ഈ പ്ലാന്റ് നല്ല ബുഷായിട്ട് നിറയെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഫ്രൂട്ടൊക്കെ സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ എന്നാൽ നമ്മൾ മറ്റു പ്ലാന്റുകൾക്ക് നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചതിന് ശേഷമുള്ള കോഫി ഗ്രൗണ്ട് ചണ്ടി, അതിൻ്റെ ചണ്ടി ഇട്ട് കൊടുത്താൽ പല ഗുണങ്ങളുണ്ട്. നല്ലൊരു ഫെർട്ടിലൈസറാണ്. നല്ല രീതിയിൽ നൈട്രജൻ ഉണ്ട്. കാർബൺ നൈട്രജൻ റേഷ്യോ വളരെ കൂടുതലാണ്. കൂടാതെ കീടങ്ങളിൽ നിന്നൊക്കെ പ്ലാന്റിനെ സംരക്ഷിക്കുവാനൊക്കെ കഴിയും. വലിയ വളമൊന്നും ചെയ്തില്ലെങ്കിലും അത്യാവശ്യം നമ്മുടെ വീടുകളിൽ ഉപയോഗിച്ചുകൊണ്ട് അല്പസമയം നമ്മളൊന്ന് അതിനുവേണ്ടി ചിലവഴിച്ചാൽ മികച്ച രീതിയിൽ നമ്മുടെ പ്ലാന്റുകളിൽ ഫ്രൂട്ട് ഉണ്ടാവും, ഫ്ലവർ ചെയ്യും, നല്ല രീതിയിൽ വളരുവാൻ ഇടയായിത്തീരും. ബ്ലൂബെറിയിൽ അതിൻ്റെ ഫ്രൂട്ട് സെറ്റായി വരുന്നതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. പുതിയ പൂക്കൾ വരുന്നതാണ് ഈ കാണുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് ഫ്രൂട്ട് ഒരെണ്ണം, ഇത് ഫ്രൂട്ട് സെറ്റായി വരുന്നതാണ്. ഇതാണ് ഏറ്റവും ആദ്യം ഉണ്ടായ ഫ്ലവറാണ്. പുതിയ സ്റ്റമ്പുകളാണ് ഇതെല്ലാം. കാപ്പിപ്പൊടിയുടെ ചണ്ട് പ്ലാന്റുകളുടെ ചുവട്ടിൽ കൊടുത്താൽ ഉറുമ്പുകളുടെ ശല്യം ഇല്ലാതെയാക്കാൻ കഴിയും. അതുപോലെ ചെറിയ പുഴുക്കൾ, ഒരു പരിധിവരെ മണ്ണിലുള്ള കീടാക്രമണങ്ങളൊക്കെ തടയാൻ ഈ കാപ്പിപ്പൊടി വളരെ മികച്ചതാണ്. ഇതെൻ്റെ പൈനാപ്പിളാണ്, നൈജീരിയൻ വെറൈറ്റിയാണ്. അപ്പോൾ ഈ പൈനാപ്പിളിൻ്റെ pH എന്ന് പറയുന്നത് 5.5 to 6 വരെയാണ്. ചെറിയ അളവിൽ ഞാൻ ഇതിൽ ഈ കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം pH കറക്റ്റാണെങ്കിൽ നല്ല രീതിയിൽ ഇത് ഒരു വിളവ് കിട്ടും. അപ്പോൾ നമുക്ക് ഈ കാപ്പിപ്പൊടി ഈ പൈനാപ്പിളിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.